ഹായ്, നമുക്കിന്ന് ഇഫ്താർ സ്പെഷ്യലായിട്ട് മുട്ട നിറച്ചത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം മഞ്ഞക്കരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. മഞ്ഞക്കരു വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. സവാള നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് നിറം മാറി വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് മാറ്റം വരുത്താം. ഇനി ഇത് 1 മിനിറ്റ് ചെറുതീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞക്കരു ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചും കൊടുക്കുക. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മുട്ട മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടലമാവ് ഇല്ലെങ്കിൽ മൈദ മാത്രം 1 കപ്പ് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെയൊക്കെ കട്ടിയിൽ കലക്കിയെടുക്കാം. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ മുട്ട മാവിൽ മുക്കിയെടുക്കുമ്പോൾ മുട്ടയിൽ മാവ് പിടിച്ചിരിക്കില്ല. അപ്പോൾ ഈ തിക്നെസ്സിൽ മാവ് കലക്കിയെടുക്കാം. ഇനി നമുക്ക് മുട്ടയിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുമ്പോൾ നല്ലതായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഓരോ മുട്ടയും മാവിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. തീ മീഡിയത്തിലോട്ട് വയ്ക്കുക. ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട തിരിച്ചിടുമ്പോൾ മാവ് പിടിച്ചിട്ടില്ല എന്ന് കണ്ടാൽ അതിൽ കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ മുട്ട നിറച്ചത് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.